4 സെൻറ്റിമീറ്റർ ആരവും 10 സെൻറ്റിമീറ്റർ ഉയരവും ഉള്ള വൃത്തസ്തംഭം ഉരുക്കി 2 സെൻറ്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാം? ആരം റേഡിയസ്, ഉയരം ഹൈറ്റ്, വൃത്തസ്തംഭം സിലിണ്ടർ. ആരം റേഡിയസ്, ഗോളം സ്ഫിയർ. അപ്പോൾ ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്, നമുക്ക് ആ സിലിണ്ടറിൻ്റെ റേഡിയസും ഹൈറ്റും തന്നിട്ടുണ്ട്. ഇത് മെൽറ്റ് ചെയ്തിട്ട് ഉരുക്കുക പറഞ്ഞാൽ മെൽറ്റ് ചെയ്യുക, ഉരുക്കിയിട്ട് എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാം, എത്ര സ്ഫിയേഴ്സ് ഉണ്ടാക്കാം. നമ്മൾ ചെയ്യേണ്ടത് ഏതാണ് ഉരുക്കണത്? വൃത്തസ്തംഭം അല്ലെങ്കിൽ സിലിണ്ടർ. അതിൻ്റെ വ്യാപ്തം കാണുക. എന്താണ് ഉണ്ടാക്കുന്നത്? ഗോളം. അതിൻ്റെ വ്യാപ്തം, ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം കാണുക, എന്നിട്ട് ഹരിച്ചാൽ മതി. ഏതാണോ ഉരുക്കണത് അതിൻ്റെ വ്യാപ്തത്തെ എന്താണോ ഉണ്ടാക്കുന്നത് അത് ഒന്നിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം കാണുക. വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടറാണ്. നമുക്ക് ഏകദേശ രൂപം ഇങ്ങനെ വരയ്ക്കാം. നമുക്ക് സിലിണ്ടറിൻ്റെ വ്യാപ്തം, വോളിയം ഓഫ് സിലിണ്ടർ. സൂത്രവാക്യം എന്താ? സിലിണ്ടറിൻ്റെ വ്യാപ്തം സൂത്രവാക്യം πr²h ആണ്. വില കൊടുക്കുക. പൈ അതുപോലെ ഇരിക്കട്ടെ, ഇൻറ്റു ആരം 4 ആണ്, 4² ഇൻറ്റു h എത്രയാണ്? 10. ഇത് ഗുണിക്കുമ്പോൾ 16 × 10 160 പൈ സെൻറ്റിമീറ്റർ ക്യൂബാണ് എന്ത്? സിലിണ്ടറിൻ്റെ വ്യാപ്തം. ഇനി നമുക്ക് ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം കാണുക. ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം, സ്ഫിയർ ഓഫ് വൺ വോളിയം, ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം. സൂത്രവാക്യം എന്താ? 4/3 πr³ വില കൊടുക്കുക. 4/3 പൈ ഇൻറ്റു ഗോളത്തിൻ്റെ ആരം എത്രയാണ്? 2 cm ആരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 r³ ആണ്. അപ്പോൾ 2³ എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? 4/3 പൈ ഇൻറ്റു 2ൻ്റെ ക്യൂബ് 8, അത്രയും സെൻറ്റിമീറ്റർ ക്യൂബ്. നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ സിലിണ്ടറിൻ്റെ വ്യാപ്തം കിട്ടി, ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം കിട്ടി. ഇനി ഹരിക്കുക നമുക്ക്. ഏതിനെ? 160 പൈ ബൈ 4/3 പൈ ഇൻറ്റു 8. ഇത് ഹരിക്കുമ്പോൾ നമുക്ക് പൈയും വെട്ടിക്കളയാം. ബാക്കി എന്താ ഉള്ളത്? 160/8 ഉണ്ട്. ഇത് വെട്ടിച്ചുരുക്കാം. നമുക്ക് വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടെ 20 എന്ന് വരും. അപ്പോൾ എന്ത് വന്നു? 20/4/3. 20/4/3 നമുക്ക് എങ്ങനെ ചെയ്യുക? 20 ഇൻറ്റു ഇട്ടിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ ഇടുക. 3/4. ഇത് വെട്ടിച്ചുരുക്കുമ്പോൾ 5 വരും. 14 20, 5 × 3 15. അതായത് വൃത്തസ്തംഭം ഉരുക്കി ഗോളങ്ങൾ ഉണ്ടാക്കിയ എത്ര ഗോളങ്ങൾ കിട്ടും? 15 ഗോളങ്ങൾ കിട്ടും.